എൻ്റെ വൈഫിന് തൈറോയിഡിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. തൈറോയിഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൈറോയിഡിന്റെ പ്രശ്നം വന്നിട്ട് ചികിത്സയിൽ നിൽക്കുന്ന സമയത്ത് ബിബി സാർ ഇങ്ങനെ എന്നെ കാണും. അധിക ദിവസവും ഹോസ്പിറ്റലായിട്ട് ഇങ്ങനെ കളിക്കുന്നത്. അപ്പോ ഓട്ടോറിക്ഷ മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് ദിവസവും ഇങ്ങനെ ഓട്ടോറിക്ഷ ആശുപത്രിയിൽ പോവാന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. അപ്പോ സ്ഥിരമായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കണ്ട സമയത്ത് എന്നോട് ബിബി സാർ പറഞ്ഞ, രഘുവേട്ട എൻ്റെ അടുത്തൊരു ഉൽപ്പന്നം ഉണ്ട്, നിങ്ങൾ ഇതൊന്ന് കഴിക്കുമെന്ന് വെച്ച്. അപ്പോ ഞാൻ പറഞ്ഞ് കഴിക്കാന്ന് വല്ലാണ്ട് പറയാൻ പറ്റൂല, കാരണം വെച്ചാൽ ഞാൻ അത്രയും ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോ ഒരു ദിവസം രാവിലെ എൻ്റെ വീട്ടിലേക്ക് ഈ ഉൽപ്പന്നം കൊണ്ടു തന്ന്. അതും ഈ സമയത്ത് ശരിക്കും നേരം വെളുത്തിക്കില്ല. ആ സമയത്ത് എൻ്റെ വീട്ടിന്റെ വരാന്തയിലുള്ളൊരു ഇരുത്തി എന്ന് പറയും, നിങ്ങളെ ഭാഷ എന്താന്ന് അറിയില്ല, അവിടെ കൊണ്ടുവച്ചിക്ക്. അങ്ങനെ ഞാനതെടുത്ത് വീട്ടിന്റെ ഉള്ളിൽ വെച്ച്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ എൻ്റെ ഭാര്യക്ക് ദേഷ്യം പിടിച്ചു. അങ്ങനെ അത് കട്ടിന്റെ അടിയിലേക്ക് അങ്ങോട്ട് തള്ളി അതിനൊരു പേസ്റ്റ് എടുത്ത് ഞാൻ പല്ല് തേക്കല് തുടങ്ങി. അപ്പൊ കുട്ടികൾക്കൊക്കെ പല്ല് തേക്കാനൊക്കെ കൊടുത്ത് എന്തായാലും അത് വലിയൊരു ഉപകാരമായി മാറി. അങ്ങനെ എൻ്റെ ഭാര്യക്ക് പാലേരി ഒരു ബാങ്കിൽ ഒരു കലക്ഷന്റെ പരിപാടി ഉണ്ട്. ബാങ്കിന് കലക്ഷന് പോവാ. അപ്പോ ഒരു അഗ്രികൾച്ചറൽ ബാങ്കിന്റെ ഒരു കലക്ഷൻ ഏജന്റാ. അങ്ങനെ അതിന് പോയ സമയത്ത് ഒരു വീട്ടില് കലക്ഷന് കയറിയ സമയത്ത് അവിടുന്ന് ഈ ഒരു ചുവന്ന കുപ്പി അവിടെയും വെച്ച്. അപ്പോ ഓരോ സുഹൃത്തായിരുന്നല്ലോ, ദിവസവും പോകുന്നത് കൊണ്ട് കാണുന്നത് കൊണ്ടും നല്ല ബന്ധമായിരുന്നു. അപ്പോ ഇതെന്താന്ന് ചോദിച്ച സമയത്ത് അവളോട് പറഞ്ഞ്, ഇത് തൈറോയിഡിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോ ഇത് കഴിച്ച സമയത്ത് അവർക്ക് നല്ല ക്ഷീണം കുറവുണ്ട് എന്നാണ്. അപ്പോ അത് എന്നോട് അന്ന് രാത്രി ഇവിടെ വന്ന് വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞ്, രഘുവേട്ട ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഗീഡിച്ച് പറഞ്ഞൊരു ലേഡിയാണ്, അപ്പൊ അവര് കഴിച്ചിട്ട് നല്ല കുറവുണ്ട്. അവരുടെ ആങ്ങളെ കൊണ്ടുപോയിട്ട് ആങ്ങള ഒരു ഗവൺമെന്റ് ജോലിയുള്ള ഒരാളാ. അപ്പൊ അയാൾ കൊണ്ടു കൊടുത്തതാണ് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ, എന്തായാലും ഓരൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇനി കുടിച്ചാൽ എനിക്കൊന്നും പറ്റൂല എന്നാണ്. എന്താ വെച്ചാൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണല്ലോ. അപ്പൊ നമ്മളെ മനസ്സിൽ ഗവൺമെന്റ് ജോലികൾക്ക് ഒരു സ്ഥാനം കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇതൊന്നും കഴിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞു, ഒന്നാണിക്കും പ്രശ്നമൊന്നുമില്ല, ഇനി കഴിച്ചോന്നാണ്. അങ്ങനെ ഇവളും അത് കഴിക്കല് തുടങ്ങി. ഏതാണ്ട് ഒരു 2-3 മാസം കഴിച്ച സമയത്ത് വലിയൊരു വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ ബിബി സാറോട് പറഞ്ഞു, നിങ്ങൾ വെറുതെ എന്റെ പൈസ പോക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൊടുത്തെന്ന് പറഞ്ഞ് കുറെ മൂപ്പരായിട്ട് ഇങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ കച്ചറ പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു, രഘുവേട്ട അതിന്റെ കൂടെ ഒരു സാധനം കൂടി ഏഡ് ചെയ്ത് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതെന്തെന്നാന്ന് വെച്ച്, അന്നേരം നമ്മളെ 95 ജ്യൂസ്, ഒരു ജ്യൂസ് ഉണ്ട് കുടിക്കാന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ പൈസ എൻ്റെ അത് പോക്കിയല്ലേ, എന്നാ പിന്നെ അതുകൂടി കൊടുക്കുന്നതാണ്. അങ്ങനെ ആ 95 കൂടി ഏഡ് ചെയ്ത് കഴിച്ച സമയത്ത് പിന്നെ ഏതാണ്ട് പിന്നെ ഒരു മാസം കഴിച്ച സമയത്താണ് ഇതിന്റെ റിസൾട്ട് നല്ല ഒരു അറിയൽ തുടങ്ങി. ക്ഷീണം തീരെ ഇല്ല. പിന്നെ അത് മാത്രമല്ല, അപ്പൊ അവൾക്ക് അതിന്റെ മുമ്പേ ഒരു ബാലൻസിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് എന്നോട് ഡോക്ടർ പറയും, ഒരു ഭാഗത്ത് ഡോക്ടർ നിൽക്കും, ഒരു ഭാഗത്ത് ഞാൻ നിൽക്കും. എന്താ വെച്ചാൽ കണ്ണ് ചിമ്മി അന്നേരം എന്ത് ചെയ്യും, മറിഞ്ഞു വീഴുന്നൊരു അവസ്ഥയാണ്. അപ്പം പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ ബാലൻസിന്റെ പ്രശ്നം പൂർണ്ണമായിട്ടും മാറി. ഇപ്പം കണ്ണ് ചിമ്മിയാലും വീഴൂല, എന്ത് പിടിച്ച് തള്ളിയാലും വീഴാത്തൊരവസ്ഥ. അപ്പൊ അതെനിക്ക് വലിയൊരു സന്തോഷമായി മാറി. അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, തൈറോയിഡിനും അളവ് കുറവുണ്ട്. അപ്പം ഗുളികേന്റെ ഡോസ് കുറച്ച്. അപ്പോൾ ഏതാണ്ട് അങ്ങനെ ഒരു 6 മാസം കണ്ടിന്യൂ കഴിച്ച്, 6-7 മാസം കൃത്യമായിട്ട് ഉള്ള ഒരു 7 മാസത്തിന്റെ അടുത്ത് വരെ കഴിച്ച്. ഇന്ന് നിലവിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 വർഷത്തോളായി സാറേ അങ്ങനെ ഒരു പ്രശ്നം എന്ന് പറയുന്നില്ല, പൂർണ്ണമായി മാറി.